അപ്പോൾ ഇതേ രാവിലെ തന്നെ കുറച്ച് നത്തോലിക്കോഴാണ് കേട്ടോ കിട്ടിയേക്കണത്. അപ്പം പോയി മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം വെടിപ്പാക്കി അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തപ്പോഴത്തേനും അമ്മിച്ചി നല്ല അടിപൊളിയായിട്ട് മീൻ പീര വറ്റിച്ച്. അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ ഇരുന്ന് തിളക്കണം കണ്ട. അപ്പോൾ നമ്മുടെ മീൻ പീര വറ്റിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഒഴിച്ച് കറിയായിട്ട് കുറച്ച് തക്കാളിയും പരിപ്പും കൂടെ കാച്ചിയതാണ് കേട്ടോ. അപ്പം പരിപ്പും തക്കാളിയും കാച്ചിയതും പിന്നെ മീൻ പീര വറ്റിച്ചതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഊണ് കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്ക് കുറച്ച് ചക്കയുടെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചക്കയുടെക്ക് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നല്ല ചക്ക നല്ലപോലെ അരച്ചാണ് കേട്ടോ ചേർത്തത്. അതിലേക്ക് കുറച്ച് ഏലക്കയും ചെറിയ ജീരകവും ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സിയിലൊന്ന് പൊടിച്ച് എടുത്തിട്ടാണ് കേട്ടോ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ആവശ്യത്തിനുള്ള പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കണത്. അതിനകത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നീരും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് അത് നമുക്കിനി ഇലയിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് അപ്പനാണ് കേട്ടോ ഇലയിലേക്ക് ആക്കണത്. ഇലയിലേക്ക് ആക്കിയതിന് ശേഷം അതൊക്കെ വേവിച്ച് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്ന് അപ്പോഴൊരു കട്ടനുമായിട്ട് ഞങ്ങളൊരു പിടി പിടിച്ചേ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ.